നമസ്കാരം. അങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ നിറവേറ്റാൻ അമേരിക്ക. അങ്ങനെ 2 ആഴ്ചത്തേക്ക് യുദ്ധം വെടിനിർത്തൽ അവസാനിക്കുകയാണ്. താൽക്കാലിക ആശ്വാസമുണ്ട്. 40 ദിവസത്തെ യുദ്ധമാണ് അങ്ങനെ താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങുന്നത്. ഇങ്ങനെ 2 രാജ്യങ്ങളും പരസ്പരം അവരവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെങ്കിൽ പോലും ഇതങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. കാരണം ട്രംപാണ് പറയുന്നത്, അമേരിക്കയാണ് പറയുന്നത്. അവർ വാക്കിന് വില കൽപ്പിക്കില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഗാസയിൽ എന്താണ് സംഭവിച്ചത്? താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടല്ലേ 10 ദിവസങ്ങൾക്കുള്ളിൽ ഗാസയെ വീണ്ടും ആക്രമിച്ചത്? അതേപോലെ ഒരു സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നാളുകൾ തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഇറാൻ അമേരിക്ക തമ്മിലുള്ള യുദ്ധം, 40 ദിവസത്തെ യുദ്ധം, ഒരു തൽക്കാലത്തേക്കെങ്കിലും ലോകത്തിന് ഒരു സമാധാനവും ശാന്തിയും കിട്ടുന്ന രീതിയിലേക്ക് തന്നെയാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മധ്യസ്ഥത വഹിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച വെച്ച് US-ഉം ഇറാനും തമ്മിൽ നേർക്കുനേർ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മധ്യസ്ഥത വഹിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ തന്നെയായിരിക്കും, ഇസ്ലാമാബാദിൽ വെച്ചാണ്. ഇതാണ് നമുക്ക് അറിയുന്ന ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് പോവാം. എങ്ങനെയാണ് ഈ സീസ് ഫയറിലേക്ക് എത്തുന്നത്? ട്രംപ് എന്താണ് പറഞ്ഞത്? ഇറാനെ ഉച്ചൂട് മുടിപ്പിക്കും, ഇറാനെ ഇല്ലാണ്ടാക്കും, അവരുടെ സിവിലൈസേഷൻ തന്നെ തകർത്തുകളെ ഭസ്മമാക്കും, ചാരമാക്കും, പവർ പ്ലാന്റ്, ബ്രിഡ്ജ്, എന്തൊക്കെ വേണോ അതെല്ലാം തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വന്നത്. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? 8 മണിയാണ് ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ. 8 മണി ഈസ്റ്റേൺ ടൈമാണ് ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ. അവിടെ നിന്ന് 2 മണിക്കൂർ മുൻപ് ട്രംപ് ഞങ്ങൾ സമാധാനം പറക്കാൻ പോവുകയാണേ, ഞങ്ങൾ നിർത്താൻ പോവുകയാണേ, ഞങ്ങൾ താൽക്കാലികമായി വെടിനിർത്തൽ നടത്താൻ പോവുകയാണേ എന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഇനി നമുക്ക് ട്രംപിൻ്റെ പോസ്റ്റിലേക്ക് പോകണം. കാരണം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ട്രംപിൻ്റെ പോസ്റ്റിലേക്ക് നേരെ. Based on conversations with Prime Minister Shehbaz Sharif and Pakistan and Field Marshal Asim Munir, and wherein they requested that I hold off the destructive force being sent tonight to Iran. അതായത് എന്തോ വലിയ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഇറാനിലേക്ക് തള്ളിവിടാൻ പോയതാണ്, പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ആൻഡ് സബ്ജക്ട് ടു ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഗ്രീയിങ് ടു ദ കംപ്ലീറ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് സേഫ് ഓപ്പണിംഗ് ഓഫ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കടലെടുക്കായിരുന്നല്ലോ ട്രംപിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഓപ്പൺ ദ ഫക്കിംഗ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, കോമാളി വേഷം കെട്ടുന്നു, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് ഹോർമുസ് കടലെടുക്ക് തുറക്കാം എന്നതാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ യുദ്ധം തുടങ്ങി ഒന്ന് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലല്ല. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് സീസ് ഫയർ വന്നപ്പോഴേക്കും പോയിന്റ് എന്താ വെച്ചേക്കുന്നത്? ഹോർമുസ് കടലെടുക്ക് തുറക്കാം എന്നുള്ള അഗ്രിമെന്റിലേക്ക് ഇറാൻ എത്തി എന്നുള്ളതാണ്.